പ്രസവവും പ്രസവ വേദനയും ഇന്നത്തെ യുവതലമുറയിലെ പെൺകുട്ടികൾക്ക് എപ്പോഴും ഒരു ഭീതിയാണ്, ഭയജനകമായ കാര്യമാണ്. അതൊരു സാധാരണ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ സ്വാഭാവികമായ പ്രക്രിയയാണ്. എന്നിരുന്നാലും ഇന്ന് കുട്ടികൾക്ക് ജീവിതത്തിൻ്റെ സൗകര്യങ്ങളുമൊക്കെ നല്ല വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് അവർക്കൊരു കഷ്ടത അവർക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴും വേദന, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വേദന എന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു തിരികെ നമ്മളെ ഒരു നെഗറ്റീവായിട്ട് എടുക്കുന്ന ഒരു വികാരമാണ്. അപ്പോൾ ഈ വേദന നമുക്ക് തന്നെ അറിയാം. നമ്മുടെ കയ്യിലോ കാലിലോ ഒരു നല്ല മുറിവുണ്ട്, പക്ഷെ നമ്മളൊരു സിനിമ, ഇൻട്രസ്റ്റ് ഉള്ളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വേദന നമ്മൾ അറിയില്ല, നമ്മളത് കണ്ടുകൊണ്ടിരിക്കും. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള വേദനയാണ് ശരിക്കുള്ള വേദന. അപ്പോൾ ഈ റിയലായിട്ടുള്ള വേദനയും മനസ്സുണ്ടാക്കുന്ന വേദനയും നമ്മൾ തിരിച്ചറിയണം. അപ്പം ഈ ഗർഭപാത്രം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന വേദന, അതിൻ്റെ കാഠിന്യം എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ മനസ്സിനെ അതിൽ നിന്ന് നമ്മൾ മാറ്റി എടുക്കണം. അപ്പോൾ നമ്മൾ ആ സമയത്ത് ദീർഘശ്വാസം എടുക്കുക. കുഞ്ഞിന് കൂടുതൽ ഓക്സിജൻ കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ദീർഘശ്വാസം എടുക്കുക. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ സന്തോഷമാക്കുക. അച്ചിരിക്കുന്ന മുഖവും അങ്ങനെ നമ്മുടെ അറ്റൻഷൻ ഒന്ന് മാറ്റിയെടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ പാട്ട് കേൾക്കുകയാണെങ്കിൽ, ചെവിയിൽ ഒരു ഇയർഫോൺ വെച്ച് നല്ല പാട്ടുകൾ കേൾക്കുകയാണെങ്കിൽ ഈ വേദനയിൽ നിന്നുള്ള നമ്മുടെ ചിന്ത മാറുമ്പോൾ നമുക്കിത് സാധാരണഗതിയിൽ സഹിക്കാൻ പറ്റുന്നത് മാത്രമേ കാണുകയുള്ളൂ. ഇല്ല, എന്നിരുന്നാലും ചിലർക്ക് വേദന ഒരു വളരെ ഭയജനകമായ കാര്യമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഈ വേദന ഇല്ലാതാക്കാൻ പെയിൻലെസ് ലേബർ നമ്മൾ നേരത്തെ പോലെ കേൾക്കുന്നതാണ്. നമ്മൾ അനസ്തീസിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അതായത് മയക്കുന്ന ഡോക്ടറുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സഹായത്തോടുകൂടെ യൂട്രസൈലോട്ട്, ഗർഭപാത്രത്തിലോട്ട് പോകുന്ന ഞരമ്പുകളെ മരപ്പിച്ചിട്ട് വേദന ഒട്ടുമേ അറിയാതെ ആക്കാവുന്ന ഫെസിലിറ്റി നമുക്കുണ്ട്, ഇവിടെ പുഷ്പഗിരിയിലുണ്ട്. അത് ആഗ്രഹമുള്ളവർക്ക് അത് ചോദിക്കാം. അത് നമ്മൾ നട്ടെല്ലിലോട്ട് ഒരു ചെറിയ ട്യൂബ് ഇട്ടിട്ട് അതിലൂടെ മരുന്ന് കൊടുത്തിട്ടാണ് ഈ പെയിൻലെസ് ലേബർ സാധ്യമാക്കുന്നത്. പിന്നെ പ്രസവിക്കാൻ സമയമാകുമ്പോൾ, ഗർഭപാത്രമൊക്കെ പൂർണ്ണമായിട്ട് വികസിച്ച് കഴിയുമ്പോൾ ഈ വേദനയുടെ കുറവ് കൊണ്ട് ചിലപ്പോൾ നമ്മൾക്ക് പുഷ് ചെയ്യാൻ, മുക്കാനായിട്ട്, താഴോട്ട് കുഞ്ഞിനെ മുക്കി ഇറക്കാനായിട്ടുള്ള ഒരു തടസ്സം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ വാക്യൂം അല്ലെങ്കിൽ ഫോസപ്സ്, ഒരു ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത് വളരെ സേഫായിട്ടുള്ളൊരു മെത്തേഡാണ് പെയിൻലെസ് ലേബർ. അതിനെക്കുറിച്ച് ഭയക്കേണ്ടതൊന്നുമില്ല. എന്നാലും ഒരു സ്വാഭാവിക കാര്യത്തിന് അത് വേണം എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കാം. നമുക്ക് ഒരു സിസേറിനെക്കാട്ടി ഭേദം എന്തായാലും ഈ ഒരു പ്രസവം തന്നെയാണ്. അപ്പോൾ അതിന് ഇത് നമ്മൾ സ്വീകരിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. അത് പുഷ്പഗിരിയിൽ വളരെ സുരക്ഷിതമായി അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. വി കെയർ ഫോർ യുവർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്.